നമസ്കാരം. ഔദ്യോഗിക ആവശ്യത്തിന് ഓഫീസിലെത്തിയ അഭിഭാഷകയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അപമാനിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ അഭിഭാഷകനും CPM നേതാവുമായ ഷാനവാസ് ഖാനെതിരെ കേസെടുത്ത പോലീസ്. ബാർ കൗൺസിലിൽ മുൻ ചെയർമാനാണ് പ്രതിയായിട്ടുള്ള ഷാനവാസ് ഖാൻ. സ്ത്രീത്വത്തെ അപമാനിച്ചതിനടക്കമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അഭിഭാഷകൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കടന്നു പിടിച്ചെന്നാണ് യുവതിയുടെ പരാതി. നോട്ടറി അറ്റസ്റ്റേഷനുമായി ബന്ധപ്പെട്ട യുവതിയും സഹപ്രവർത്തകനും കൊല്ലത്തെ മുതിർന്ന അഭിഭാഷകനും CPM നേതാവും ഷാനവാസ് ഖാന്റെ ഓഫീസിലേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് വിവരങ്ങൾ പറഞ്ഞു മടങ്ങുകയും ചെയ്തു. ശേഷം ഷാനവാസ് ഖാൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കടന്നു പിടിച്ചെന്നാണ് അഭിഭാഷകയായ യുവതി പരാതി നൽകിയിരിക്കുന്നത്. ഷാനവാസ് ഖാന്റെ ഓഫീസിലെത്തി നോട്ടറി അറ്റസ്റ്റേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പറഞ്ഞ അഭിഭാഷകയും സുഹൃത്തും മടങ്ങി. ഇതിനുശേഷം ഷാനവാസ് ഖാൻ തന്നെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കടന്നു പിടിച്ചുവെന്നും ചുംബിക്കാൻ ശ്രമിച്ചുവെന്നും അഭിഭാഷകന്റെ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. സംഭവം കേസിലേക്ക് നീങ്ങുമെന്ന് മനസ്സിലാക്കിയ അഭിഭാഷകൻ ഫോണിൽ വിളിച്ച് മാപ്പ് ചോദിച്ചെന്നും യുവതി പറയുന്നു. ഇതിന് തെളിവായി ഫോൺ സംഭാഷണവും അഭിഭാഷക പുറത്തുവിട്ടിട്ടുണ്ട്. അഭിഭാഷകനെതിരെ ബാർ അസോസിയേഷന് പരാതി നൽകിയതിന് പിന്നാലെ ഒത്തുതീർപ്പിന് ശ്രമം നടന്നുവെന്നും എന്നാൽ താൻ നേരിട്ട അനീതിക്കെതിരെ അഭിഭാഷകൻ പരസ്യമായി മാപ്പ് പറയണമെന്നുമാണ് യുവതി ഉപാധി വെച്ചിരിക്കുന്നത്. ഈ ആവശ്യം അംഗീകരിക്കാതെ വന്നതോടെയാണ് യുവതി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നതെന്നതാണ് വിവരം. യുവതിയുടെ പരാതിയിൽ കൊല്ലം വെസ്റ്റ് പോലീസ് ഷാനവാസ് ഖാനെതിരെ കേസെടുത്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. പാർട്ടിയുടെ തോൽവി വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പാർട്ടിയുടെ പേര് കൂടെ കളയുന്ന തരത്തിൽ ഇത്തരം റിപ്പോർട്ടുകൾ സഖാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റിന്റെ ഭാഗമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് പത്തനാപുരത്ത് വിദ്യാർത്ഥി യുവജന സംഘടനാ ഭാരവാഹിയായിരുന്ന നേതാവ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പാർട്ടിയിലെ വനിതാ നേതാക്കളുടെയും വനിതാ പ്രവർത്തകരുടെയും മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതായിട്ടുള്ള പരാതി ഉയർന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് SFI ജില്ലാ ഭാരവാഹിയും DYFI കുന്നിക്കോട് ഏരിയ ഭാരവാഹിയുമായിരുന്ന വിളകുടി കുളപ്പുറം സ്വദേശിയായിട്ടുള്ള അൻവർ ഷായുടെ പേരിൽ കൊല്ലം റൂറൽ സൈബർ ക്രൈം പോലീസ് കേസെടുക്കുകയും ചെയ്തതാണ്. അപമാനത്തിനിരയായ CPI വനിതാ നേതാവ് ഉൾപ്പെടെ 3 പേർ സൈബർ ക്രൈം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. CPM നേതാക്കൾ ഒത്തുതീർപ്പിന് ശ്രമിച്ചെങ്കിലും സംഭവം പുറത്തു വന്നതോടെ ഉത്തരവാദിയായ അൻവർ ഷായെ ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിവാക്കുകയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. മുതിർന്ന വനിതാ നേതാക്കളുടെയും പാർട്ടി പ്രവർത്തകരായ പെൺകുട്ടികളുടെയും ചിത്രങ്ങൾ അശ്ലീല ചുവയുള്ള തലക്കെട്ടോടെ അടിക്കുറപ്പോടെയുമെല്ലാം നവമാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ചു എന്നതായിരുന്നു പരാതി. സംഭവം വിവാദമായതോടെ നേതാക്കൾ ഇരയായവരെ അനുനയിപ്പിക്കാനും യുവ നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി സംഭവം ഒതുക്കാനും ശ്രമം നടത്തിയിരുന്നു. എന്നാൽ അപമാനത്തിനിരയായ CPI വനിതാ നേതാവ് ഉൾപ്പെടെയുള്ളവർ പരാതിയുമായി മുന്നോട്ട് പോകുകയാണ് ഉണ്ടായത്. വനിതാ നേതാവിന്റെ ചിത്രം അശ്ലീല ഗ്രൂപ്പിൽ വന്നതോടെ സുഹൃത്ത് ഇവരെ വിവരം അറിയിക്കുകയായിരുന്നു. മറ്റുള്ളവരോട് ഉൾപ്പെടെയുള്ള ചിത്രങ്ങളും വിവരങ്ങളും സ്ക്രീൻഷോട്ട് സഹിതം CPM ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു യുവ നേതാവിനെ പാർട്ടി വിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് അടുത്തിടെ പുറത്താക്കിയത്. ആ ഒരു സാഹചര്യം വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. പാർട്ടിക്ക് ഇപ്പോൾ യാതൊരു വിലയും ഈ നാട്ടിലെ ജനങ്ങൾ നൽകുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മോശമായിട്ടുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ കൂടെ കേസുകൾ കൂടെ വരുന്നത് എന്നത് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുകയാണ്.